Hello, my dear children. Welcome back to our computer zone. Let us continue our chapter Input and Output Devices. Okay, my dear children. Now let us continue our chapter. You know our third chapter, Input and Output Devices. In the previous class, we studied about some input devices. Please remember that. What are they? Scanner, mouse, keyboard. Okay, and also we studied about the output device. What was that? Yes, monitor. Okay, now we are going to studying about printer. A printer prints text or illustrations on paper. You know what is the use of printer? Printer is used to print the items from our computer on the paper, isn't it? കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ നമ്മൾ പേപ്പറിലേക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനാണ് പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എ പ്രിൻ്റർ പ്രിൻറ്റ്സ് ടെക്സ്റ്റ് ഓർ ഇല്ലുസ്ട്രേഷൻ ഓൺ പേപ്പർ. ടെക്സ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ പിക്ചേഴ്സോ സ്കാൻ ചെയ്ത ഇമേജസോ എന്തായാലും നമുക്കത് പ്രിൻ്റർ യൂസ് ചെയ്തിട്ട് പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യാം. Okay, it is an external device that communicates with printer to print what a user sees on a screen. It is an external device. അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്പെഷ്യൽ ഡിവൈസ് തന്നെയാണ്. നമ്മൾ വേറെ എക്സ്ട്രാ നമ്മൾ മോണിറ്ററും കീബോർഡും ഒക്കെ വെക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സ്ട്രാ വെക്കുന്ന ഒരു ഡിവൈസാണ് പ്രിൻ്റർ. ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് with the printer to print what a user sees on the screen. നമ്മളെ യൂസേഴ്സ് സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ പ്രിൻ്റർ. The printed output is generally referred to as hard copy. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ടേമാണ് ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എന്നൊക്കെ പറയാറുണ്ട്. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻറ്റഡ് മാറ്റേഴ്സിനെയാണ്. നമ്മൾ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തെടുത്ത കമ്പ്യൂട്ടറിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലീസ് റീഡ് ഇറ്റ്. എ പ്രിൻ്റർ പ്രിൻറ്റ്സ് ടെക്സ്റ്റ് ഓർ ഇല്ലുസ്ട്രേഷൻസ് ഓൺ പേപ്പർ. ഇറ്റ് ഈസ് എൻ എക്സ്റ്റേർണൽ ഡിവൈസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് പ്രിൻ്റർ ടു പ്രിൻറ്റ് വാട്ട് എ യൂസർ സീസ് ഓൺ എ സ്ക്രീൻ. The printed output is generally referred to as hard copy. Okay, printers can be divided into two main categories. What are the two main categories? First one, impact printer, and the second one, non-impact printer. Do you know what is an impact printer? നമ്മുടെ ഈ പ്രിൻ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇമ്പാക്റ്റ് കാറ്റഗറിയിലും മറ്റൊന്ന് നോൺ ഇമ്പാക്റ്റ് കാറ്റഗറിയിലും. ഓക്കെ, okay, my dear children, do you know what is an impact printer? We say that there are two types of printers, impact printer and non-impact printer. രണ്ട് തരം പ്രിൻ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ? ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. An impact printer is a printer that strikes a print head against an ink ribbon to mark the paper. നമ്മൾ പ്രിൻ്റർ എടുക്കുന്നത് പേപ്പറിലാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ഇങ്ക് റിബണിൻ്റെ സഹായത്തോടെ പ്രിൻ്ററിൻ്റെ ഹെഡിൽ ടച്ചിങ് വരുമ്പോഴാണ് നമ്മുടെ പ്രിൻറ്റ്സ് പേപ്പറിൽ വരുന്നത്. ഓക്കെ, there are two types of impact printers here. For examples are given as our impact printer, that is dot matrix printer and the daisy wheel printer. Dot matrix printerum daisy wheel printeruമാണ് നമ്മുടെ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളത്. യു ജസ്റ്റ് സ്റ്റഡി ദ നെയിംസ് ഓഫ് ദിസ് ടു പ്രിൻറ്റേഴ്സ്. രണ്ട് പ്രിൻറ്റേഴ്സിൻ്റെ നെയിം മാത്രം പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നും കൂടെ പറഞ്ഞു തരും. ഓക്കെ, next we are going to studying about non-impact printer. A non-impact printer is a printer
that does not operate by striking a head against a ribbon. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററും ഡെയ്സി വീൽ പ്രിൻ്റർ, ഈ പ്രിൻ്റർ നിങ്ങൾക്ക് സാധാരണ ഷോപ്പുകളിലൊക്കെ കാണാം. നമ്മൾ ഡോട്ടായിട്ട് വരുന്ന പ്രിൻസ് കാണാം. അതിൽ ആ ബില്ലിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഡോട്ട് മാട്രിക്സും ഡെയ്സി വീൽ പ്രിൻ്ററും. ഇവിടെ പ്രിൻ്ററിൻ്റെ ഹെഡും ഇങ്ക് റിബണും കൂടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മുടെ പ്രിൻസ് കിട്ടുന്നത്. പക്ഷേ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽ ഇവിടെ ഹെഡിൻ്റെ മുകളിൽ ഇങ്ക് റിബൺ ടച്ച് ചെയ്യുന്ന ഒരു സംഭവമേ ഇല്ല. ഓക്കെ, ഇവിടെ ശരിക്കും ഒരു ഇങ്ക് റിബണിൻ്റെ ഓപ്പറേഷനേ അല്ല നടക്കുന്നത്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഫാസ്റ്റർ ഡ്യൂ ടു നോൺ എക്സിസ്റ്റൻസ് ഓഫ് ദ മൂവിങ് പാർട്സ് ഇൻ ദ പ്രിൻ്റ് ഹെഡ്. പ്രിൻ്റ് ഹെഡിലൊരു മൂവിങ് പാർട്സ്, അതായത് ഇങ്ക് റിബണ പോലെയുള്ള ഒരു മൂവിങ് പാർട്സ് അല്ല നമ്മുടെ ഈ ലേസർ പ്രിൻ്ററിലും ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലും ഉള്ളത്. ഇവിടെ നമ്മുടെ ഒരു കാട്രിഡ്ജസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാട്രിഡ്ജ് എന്താണെന്ന് ശരിക്കും പഠിക്കാനില്ല. നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്ത കാട്രിഡ്ജസ് ആണ് ഇവിടെ ലേസർ പ്രിൻ്ററിലും ഇങ്ക് ജെറ്റ് പ്രിൻ്ററിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നെയിംസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ദർ ആർ 2 types ഓഫ് പ്രിൻറ്റേഴ്സ്. 2 types പ്രിൻ്റർ ഉണ്ട്. നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കൊച്ചുകുട്ടികളാണ് അല്ലേ. സോ യു ഹാവ് ടു സ്റ്റഡി ഓൺലി ദ നെയിംസ് ഓഫ് ദ ഇമ്പാക്റ്റ് പ്രിൻ്റർ ആൻഡ് ദ non-impact printer. What are the 2 impact printers here? First one, dot matrix printer, and the second one, daisy wheel printer. And here non-impact printers are laser printer and also the inkjet printer. Is it clear? Okay, please read our portion very well. നന്നായിട്ട് ഈ പേജ് ഒന്ന് റീഡ് ചെയ്തിട്ട് മിസ്സിന് വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്യണം. ഓക്കെ.